DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 4 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര എങ്ങനെ നടപ്പാക്കണമെന്നതിൽ സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനമെടുക്കും. UDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. അതെങ്ങനെ നടപ്പാക്കണം, മാനദണ്ഡങ്ങൾ വേണോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഇനി കേവലം 10 ദിവസം മാത്രമാണ് പദ്ധതി നടത്തിപ്പിനായി അവശേഷിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ചർച്ചകൾ മന്ത്രിസഭായോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അടുത്തറിയിപ്പ്, ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിയമവും സംസ്ഥാനത്ത് നടപ്പാക്കിയേക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചയാളുടെ ലൈസൻസിന് 3 മാസത്തേക്ക് അയോഗ്യത കൽപ്പിക്കാനാകും. എന്നാൽ സംസ്ഥാനത്ത് ഇത് നടപ്പാക്കിയിട്ടില്ല. പിഴ ചുമത്തിയതിനു പുറമെയാകും 3 മാസത്തെ സസ്പെൻഷൻ. ചട്ടലംഘനം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ കടുപ്പിക്കാനൊരുങ്ങുന്നത്. അടുത്തറിയിപ്പ്, ദേശീയ തലത്തിൽ നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് പുതിയ ഡിജിറ്റൽ സെൻസസ് നടപടികൾ ആരംഭിക്കുകയാണ്. സ്മാർട്ട് ഫോണുകളിലൂടെയും പ്രത്യേക പോർട്ടലിലൂടെയും പൂർണ്ണമായി വിവരശേഖരണം നടത്തുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണിത്. 2 ഘട്ടങ്ങളായി പൂർത്തിയാക്കുന്ന ഈ പ്രക്രിയയിൽ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും രണ്ടാം ഘട്ടത്തിൽ ജനസംഖ്യ, സാമൂഹികാവസ്ഥ, വിദ്യാഭ്യാസം, കുടിയേറ്റം എന്നിവയുടെ കണക്കെടുപ്പുമാണ് നടക്കുന്നത്. കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെയുള്ള കാലയളവിൽ പൊതുജനങ്ങൾക്ക് 33 ചോദ്യങ്ങൾക്ക് മറുപടി നൽകി തങ്ങളുടെ വീട്ടുവിവരങ്ങൾ സ്വയം പോർട്ടലിൽ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ഇങ്ങനെ സ്വയം വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന 11 അക്ക ID പിന്നീട് വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് കൈമാറിയാൽ മതിയാകും. ഇനി സ്വയം ചെയ്യാൻ സാധിക്കാത്തവർക്കായി ജൂലൈ 1 മുതൽ 30 വരെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. തട്ടിപ്പുകൾ ഒഴിവാക്കാനായി വീട്ടിലെത്തുന്ന എന്യൂമറേറ്ററുടെ ഫോണിലെ QR കോഡ് സ്കാൻ ചെയ്ത് ജനങ്ങൾക്ക് അവരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താനാവും. അടുത്തറിയിപ്പ്, മുൻ LDF സർക്കാരാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കേവലം 2 മാസം മാത്രമാണ് ഈ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് 1000 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. എന്നാൽ പുതിയതായി അധികാരമേറ്റ UDF സർക്കാർ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്തപ്പോഴും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുകയുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. കഴിഞ്ഞ സർക്കാർ ഇലക്ഷന് മുൻപായി തട്ടിക്കൂട്ടിയ ഒരു പദ്ധതി എന്ന നിലയിലാണ് പുതിയ സർക്കാർ അതിനെ കാണുന്നത്. അതിനാൽ തന്നെ പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ നിയമസഭയിൽ നടത്തിയപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റി യാതൊന്നും തന്നെ പറയുകയുണ്ടായില്ല. പേര് മാറ്റിയോ അല്ലാതെയോ സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുകയാണെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി നൽകുവാനുള്ള തുക ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ടി വരും. അതിലൂടെ ഈ പദ്ധതി തുടരുമോ എന്ന കാര്യത്തിലുള്ള സംശയത്തിന് ഉത്തരവാകും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.